ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇഷ്ടം തോന്നിയ അത് മുഖത്ത് നോക്കി പറയണം. അത് നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു മര്യാദ കൂടിയാ. ഇഷ്ടം തോന്നിയ അത് അവരുടെ മുഖത്ത് നോക്കി പറയണം. അത് നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു മര്യാദ കൂടിയാ. അച്ഛാ, അച്ഛനെ ഞാൻ ഗാർഡനിലും ബെഡ്റൂമിലേക്ക് നോക്കി കണ്ടില്ല. എന്താ കാര്യം? വെറുതെ സംസാരിച്ചിരിക്കാൻ തോന്നി. സത്യമായിട്ടും വെറുതെ. അച്ഛാ, നമുക്ക് കുറച്ച് ചെടികളോട് വാങ്ങണം. ഇത്രയും പോരാ. അല്ല, വേണമെങ്കിൽ മതി, അച്ഛന്റെ ഇഷ്ടം. അച്ഛാ, അച്ഛന്റെ പൂന്തോട്ടത്തിലെ കുറച്ച് ജൈവവളം വാങ്ങിയിടണം. ചെടികളൊക്കെ അങ്ങ് ശോഷിച്ചു. ആണോ? അതെ അച്ഛാ, എനിക്ക് അച്ഛനോട് മറ്റൊരു കാര്യം പറയാനുണ്ട്. എടാ, നീ വളഞ്ഞു ചുറ്റി വന്നപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ കാര്യമുണ്ടെന്ന്. നീ കാര്യം പറ. അച്ഛാ, വേറൊന്നുമല്ല. ഞാനിന്ന് ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഏത് ഫ്രണ്ട്? എന്റെ കോളേജിൽ പഠിച്ച ഒരാളെ ഇഷ്ടമാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അന്ന് ഞാൻ ചോദിച്ചത് ഓർമ്മയില്ലേ? എനിക്കറിയാത്തൊരു ഫ്രണ്ട്. അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോട് അത് പറയാനൊരു പേടി. എന്നെ വിളിച്ചു ചോദിച്ചു. പിന്നെ ഞാൻ ആ പരിപാടിക്കൊന്നും പോവാത്തതുകൊണ്ട് എനിക്കതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതാ അച്ഛനോട് ചോദിക്കാന്ന് കരുതിയ. ഇതൊക്കെ എന്നോട് വന്ന് ചോദിക്കാൻ ഞാൻ എന്താ റോമിയോ മറ്റോ ആണോ? അങ്ങനെയല്ല, അച്ഛന്റെ അഭിപ്രായം പറഞ്ഞാ മതി. അഭിപ്രായം പറഞ്ഞാ മതിയെങ്കിൽ പറയാം. നിന്റെ ആ കൂട്ടുകാരനോട് പറഞ്ഞേക്ക് ആ പരിപാടി അങ്ങ് നിർത്തിയേക്കാൻ. നിർത്താനോ? പിന്നല്ലാതെ. എടാ, സ്നേഹിക്കുന്ന പെണ്ണിന്റെ മുഖത്ത് നോക്കി ഇഷ്ടം പറയാൻ പേടിയുള്ളവനെ ഈ പണിക്ക് പോകാതിരിക്കുന്നതാ നല്ലത്. പേടിച്ച് പേടിച്ചേ അത് കുളമാവിയേ ഉള്ളൂ. എങ്കിലും അത് നിർത്താൻ വലിയ ബുദ്ധിമുട്ടാവും. അത്രയ്ക്കും മനസ്സിന് പിടിച്ചുപോയേ, അതാ. ആർക്ക്? അവന് അച്ഛന് പേരറിയാത്ത എന്റെ ഫ്രണ്ടിന്. നിന്റെ പേരറിയാത്ത ആ ഫ്രണ്ടിന്. എന്നിട്ട് വേറെ വഴിയൊന്നുമില്ല. എങ്ങനെയെങ്കിലും അവളൊന്ന് വീഴണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളെങ്കിൽ ഒരു വഴി പറയാം. അവള് നടക്കുന്ന വഴിയിൽ വല്ല പഴത്തൊലിയോ വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടിട്. അപ്പൊ അവള് വീണോളൂ. അച്ഛൻ ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങി തമാശ കേൾക്കാനുള്ള മൂടിയല്ല ഞാൻ. സീരിയസ് ആയിട്ട് പറയേ. ഇഷ്ടം തോന്നിയ അത് മുഖത്ത് നോക്കി പറയണം. അത് നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു മര്യാദ കൂടിയാ. ഇഷ്ടം തോന്നിയ അത് അവരുടെ മുഖത്ത് നോക്കി പറയണം. അത് നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു മര്യാദ കൂടിയാ. ഇഷ്ടം പറയാതെ അത് മനസ്സിൽ കൊണ്ട് നടന്ന് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഒരു ദിവസം അത് പറയുമ്പോ അവരുടെ ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലെങ്കിൽ അത് നമ്മളെ തകർക്കും. ഇഷ്ടം പറയാതെ അത് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഒരു ദിവസം അത് പറയുമ്പോ അവരുടെ ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലെങ്കിൽ അത് നമ്മളെ തളർത്തും. മനസ്സിലിട്ട് കൂടുതൽ വളർത്താതെ ഇഷ്ടം തോന്നുമ്പോ അപ്പ തന്നെ പറയുന്നേ നല്ലത്. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇതേ കാര്യം തന്നെയാ എന്നോട് ചന്ദ്രാമ്മയും പറഞ്ഞത്. ഒരു വാക്ക് പോലും തെറ്റിട്ടില്ല. ഇതെന്താ അത്ഭുതം! എടാ, ചന്ദ്രലേഖ അങ്ങനെ പറഞ്ഞെങ്കി. ചന്ദ്രാമ്മ അങ്ങനെ പറഞ്ഞെങ്കി? എടാ, ഞങ്ങളൊക്കെ പഴയ ആൾക്കാരല്ലേ, പ്രേമത്തിന്റെ ശക്തിയെ പറ്റി കൂടുതൽ അറിയാം. അപ്പോ അച്ഛനൊരു കാമുകനായിരുന്നല്ലേ? പിന്നല്ലാതെ. പ്രേമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നിട്ട് അവരൊക്കെ ഇപ്പൊ എവിടെയാ അച്ഛാ? പിന്നീട് കണ്ടില്ല? കണ്ടു, ഇപ്പോഴും കാണുന്നു. അതാ നിന്റെ അമ്മ. മോൻ ചെല്ലേ.
നിന്റെ ആ ഫ്രണ്ടിനോട് ചെന്ന് പറഞ്ഞേക്ക് ധൈര്യമില്ലാത്തവൻ പ്രേമിക്കരുതെന്ന്. അല്ലെങ്കിലും അങ്ങനെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇതൊന്നും. എടാ, ഇത്രയും പേടിയുള്ളവനെ ആ പെണ്ണെന്നല്ല ഒരു പെണ്ണ് സ്നേഹിക്കില്ല. എടാ, അങ്ങനെയുള്ളവന്മാരൊക്കെ മൂത്ത് നിറച്ച് അവന്റെയൊക്കെ അച്ഛാ, എന്താടാ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? അച്ഛൻ്റെ അടുത്ത് മോട്ടിവേഷൻ വന്നാ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഇതേ കാര്യം മുത്തശ്ശിയോട് കൂടി ഒന്ന് ചോദിക്കാം. പഴയ പല സിനിമകളും കണ്ടിട്ടുള്ള ആളല്ലേ മുത്തശ്ശി. നസീർ സാറ്, സത്യൻ സാറ്, മധു സാറ്. പ്രേമകുണ്ടലങ്ങൾ അവരിലൂടെ ഉരുത്തിരിഞ്ഞായിരിക്കുമല്ലോ മുത്തശ്ശിയുടെയും ലവ് സ്റ്റോറി തുടങ്ങിയത്. പ്രേമവിവാഹമായിരുന്നല്ലോ മുത്തശ്ശിയുടേതും. ഓൾഡ് സ്റ്റോറിയിൽ മറ്റെന്തെങ്കിലും വഴി കൂടി കിട്ടിയാലോ? ചോദിച്ചു നോക്കാം. മുത്തശ്ശി, എന്താടാ? രാമായണം മൊത്തം കാണാതെ പഠിച്ചോ? എത്ര വായിച്ചാലും മതി വരാത്ത ഒന്നാണ് രാമായണം. എനിക്കും അതെ. അതിന് നീ രാമായണം വായിക്കുവോ? ഇടയ്ക്കിടയ്ക്ക്. രാമായണത്തിലുണ്ടല്ലോ സീത, ശ്രീരാമൻ, പ്രണയം, വിരഹം ഒക്കെ. രാമായണം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമുക്ക് വേറെ കാര്യം പറയാം. മുത്തശ്ശിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം മുത്തശ്ശിനെ കുറിച്ച്. മുത്തശ്ശനും മുത്തശ്ശിയും ആദ്യം കണ്ടത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ? ഇന്നലെ നടന്നതുപോലെ ഓർമ്മയുണ്ട്. എങ്കിലതൊന്ന് ചുരുക്കി പറഞ്ഞു. എന്റെ അച്ഛന് ധാരാളം കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടെ ധാരാളം കൃഷിക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ മുത്തശ്ശനും കൃഷിക്കാരനായിരുന്നല്ലേ? മിണ്ടാതിരിക്കടാ, പറഞ്ഞു വരട്ടെ. വൈകുന്നേരം കൃഷിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ നേരമാകുമ്പോ ഞാനും കൂടെ പോവും. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാ. അതെ, ഈ പ്രകൃതി രമണീയതയൊക്കെ വിട്ടിട്ട് ലവ് സ്റ്റോറിയിലേക്ക് വാ. എടാ, അതിലേക്കാടാ പറഞ്ഞു വരുന്നത്. എന്നെ എവിടെയൊക്കെയോ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം എന്ന് പറഞ്ഞ ഈ മുത്തശ്ശൻ? ആ, അന്നൊരു ദിവസം എന്നോട് വന്നു മിണ്ടി. എന്നിട്ട് പിന്നെ എന്നും ഓരോ കാരണങ്ങൾ പറഞ്ഞ് എന്നെ കാണാൻ വരും. എന്നിട്ട് കുറെ കളിയാക്കും. ഞാനും എന്തെങ്കിലുമൊക്കെ പറയും. അന്നൊരു ദിവസം എന്നോട് പറഞ്ഞു, ഭാനുമതി, പ്രിയതമേ, എനിക്ക് നീ മതിയെന്ന്.